നമസ്കാരം. സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമേയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി മടങ്ങി വരുന്ന വഴിക്ക് രവീന്ദ്രൻ്റെ കൂട്ടുകാരനെ കാണുന്നുണ്ട്. അങ്ങനെ അയാൾ എല്ലാ സത്യങ്ങളും രേവതിയോട് തുറന്ന് പറയാണ്. സച്ചിമോൻ ദൈവത്തെ പോലുള്ള ഒരാളാണ്, ദൈവത്തെ പോലുള്ള ഒരാളെയാണ് നിനക്ക് ഭർത്താവായിട്ട് കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഭാര്യ ജീവനോട് ഇരിക്കുന്നത് തന്നെ സച്ചിമോൻ കാരനാണെന്നൊക്കെ പറയാണ്ടത് കേൾക്കുമ്പോൾ രേവതിൻ്റെ മനസ്സിൽ കുറ്റബോധം തോന്നുകയാണ് കേട്ടോ. ആവശ്യമില്ലാതെ കാര്യം അറിയാതെ സച്ചിനെ കുറ്റപ്പെടുത്തിയതും തെറ്റിദ്ധരിച്ചതിലൊക്കെ. ഇതേ സമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു വല ചന്ദ്രമതിനെ എത്തിക്ക് എറിഞ്ഞിട്ടുണ്ട്. അത് 7 ദിവസത്തിനുള്ളിൽ ചന്ദ്രമതി എന്നെ വിവാഹം ആലോചിച്ച് വരും, എൻ്റെ മോനെ കെട്ടണം എന്ന് പറഞ്ഞു വരുന്നുള്ളത് മീരയോട് ശ്രുതി പറയാണ് കേട്ടോ. കാരണം അച്ഛനും അമ്മയ്ക്ക് മലേഷ്യയിലാണ്, അമ്മ മരിച്ചു. പക്ഷെ അച്ഛൻ കോടീശ്വരനാണ്, ബിസിനസ് ഉണ്ട്. പക്ഷേ എനിക്ക് ബിസിനസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, അച്ഛൻ്റെ സ്വത്തുക്കളൊന്നും വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രമതിയോട് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതിക്ക് വേണ്ടി ആലോചിക്കുന്നുള്ള കാര്യം ശ്രുതിക്ക് അറിയാം. അപ്പോൾ ഒരു വല എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. എന്തായാലും നാളെ സച്ചി ആ മാല തിരികെ എടുപ്പിക്കുന്നുണ്ട്. പണം വാങ്ങിച്ചതുകൊണ്ട് ആ മാല തിരികെ എടുത്ത് രേവതിയുടെ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് നാളെ. എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.